തിരുവനന്തപുരത്തെ ആമയഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ചതിന് പിന്നാലെ റെയിൽവേയുടെ രീതികൾ പൊതുചർച്ചാ വിഷയമായിരിക്കുന്നു. ജോയിയുടെ മരണത്തിൽ ഉത്തരവാദിത്വം ഇല്ല എന്ന പല്ലവി റെയിൽവേ ആവർത്തിക്കുകയാണ്. ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ അവർ തയ്യാറായിട്ടില്ല. തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ പടുമരണം ഏറ്റുവാങ്ങിയ ആ പാവം മനുഷ്യന്റെ വീട്ടിൽ സംസ്കാരവേളയിലോ പിന്നീടോ സാന്ത്വന വാക്കുകളുമായി എത്താൻ പോലും റെയിൽവേ അധികൃതർ കൂട്ടാക്കിയില്ല. റെയിൽവേയുടെ അനാസ്ഥ സൃഷ്ടിച്ച മരണമാണെങ്കിലും ജോയിയുടെ അമ്മയ്ക്ക് കേരള സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. നഗരവാസി അല്ലാതിരുന്നിട്ടും ആ അമ്മയ്ക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന് നഗരസഭയും പ്രഖ്യാപിച്ചു. ഒരു ജീവന് പകരമല്ല ഇതൊന്നും. എങ്കിലും സംസ്ഥാനം ഇത്രയും ചെയ്തു. 2,40,000 കോടി രൂപ വാർഷിക വരുമാനമുള്ള റെയിൽവേ എന്താണ് ചെയ്തത്? മഴക്കാലം വരും മുമ്പേ തോട് ശുദ്ധീകരിക്കാതെ മഴ തുടങ്ങിയതിനു ശേഷം അതിന് ഒരുമ്പെടുകയാണ് റെയിൽവേ ചെയ്തത്. അപ്പോൾ കുത്തിയൊലിച്ചു വന്ന മഴവെള്ളത്തിലാണ് ജോയ് മരണത്തിലേക്ക് ഒഴുകിപ്പോയത്. ഇത്തരം സാഹചര്യങ്ങളിൽ തൊഴിലാളികൾക്ക് വേണ്ട ഒരു സൗകര്യവും ശ്വസന സഹായികളോ സുരക്ഷാ കണ്ണടകളോ ശിരോ കവചമോ ശരീര ആവരണമോ മുഖം മൂടികളോ ജോയിക്കും കൂടെ ഇറങ്ങിയ തൊഴിലാളികൾക്കും നൽകിയില്ല. ഒരു സുരക്ഷാ ബെൽറ്റെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അത് എവിടെയെങ്കിലും ഉറപ്പിച്ചിരുന്നെങ്കിൽ ജോയ് മരിക്കില്ലായിരുന്നു. റെയിൽവേ കരാർ കൊടുക്കുന്നു, ഒരു കരാറുകാരൻ കരാർ ഏറ്റെടുക്കുന്നു. പരിശീലനം നേടിയ സ്ഥിരം തൊഴിലാളികളെ വയ്ക്കാതെ ദിവസക്കൂലിക്കെടുക്കുന്ന ഒരു തൊഴിൽ അവകാശവുമില്ലാത്ത കുറെ മനുഷ്യരെ അപകടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് കരാറുകാർ ജോലി ചെയ്യിക്കുന്നു. നിരീക്ഷിക്കാനും ഇടപെടാനും ആരുമില്ല. റെയിൽവേയുടെ ഈ തൊഴിൽ നയത്തിൻ്റെ, കരാർ നയത്തിൻ്റെ രക്തസാക്ഷിയാണ് ജോയ്. ഇപ്പോഴിതാ റെയിൽവേ സ്റ്റേഷനുകളിൽ മാലിന്യം കുന്നുകൂടുകയാണെന്നും തദ്ദേശ ഭരണാധികാരികളുടെ നോട്ടീസുകൾ റെയിൽവേ അവഗണിക്കുകയാണെന്നും ഉള്ള വാർത്തകൾ കൂടി പുറത്തുവരുന്നു. റെയിൽവേ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണോ? അവർ നിയമത്തോട് ഉത്തരം പറയേണ്ടതില്ലേ? റെയിൽവേയും അതിനു പിന്നിലുള്ള കേന്ദ്ര സർക്കാരും മൗനം ഭജിക്കട്ടെ. പിടിക്കുന്ന കൊടിയുടെ നിറം നോക്കി ആളുകളെ ആക്രമിക്കുകയും തലോടുകയും ചെയ്യുന്ന ജനവിരുദ്ധ മാധ്യമങ്ങൾ നുണകൾ പെയ്യട്ടെ. കേരളം പ്രവൃത്തിപഥത്തിലേക്ക് നീങ്ങുകയാണ്.